അപ്പോൾ ഗായ്സ് നമ്മുടെ സെയിം അരുവിക്കുത്ത് വെള്ളച്ചാട്ടമാണ് ലൊക്കേഷൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ സ്റ്റോപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ വൈശാഖയുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ വന്ന സമയത്ത് ഇത് ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഫുള്ള് കന്നാര് വെച്ചേക്കാണ്. അപ്പോൾ കറക്റ്റ് സ്പോട്ട് അറിയത്തില്ല. അതുകൊണ്ട് വൈശാഖ് ബ്രോ കുപ്പിയൊക്കെ എടുത്ത്. അപ്പോൾ മേളിലൊരു സ്പോട്ടുണ്ട് ചെറിയ, അതായത് നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ കിട്ടിയ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിലെ നേരത്തെ വഴിയുണ്ടായിരുന്നേ നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ. ഇപ്പോൾ വഴിയായിട്ടില്ല, പക്ഷെ നമുക്ക് ഇതിലങ്ങ് പോയി നോക്കാം. വണ്ടി ഓടി ഇരുന്നോളും, ആരും കൊണ്ടുപോകത്തില്ലല്ലോ അല്ലേ. അവിടെ താഴത്ത് മറ്റേ ആ കുത്തുകൾ വന്നോണ്ടേ അവിടെ ഇച്ചിരി റിസ്ക് ആണ് എന്താണേലും. പക്ഷെ മേലിൽ കോൺക്രീറ്റ് ചെയ്ത് ഒരു ചെറിയ ഒരു ഇതുപോലെ കിട്ടിയേക്കുമല്ലേ ഫാക്ടറിയിലേക്കല്ലേ. നമുക്ക് നോക്കാം. വഴി കിട്ടിയോ? വഴിയൊന്നുമില്ല, ഇത് നമുക്കിങ്ങനെ കയറിപ്പോം. നമുക്ക് നോക്കാമല്ലോ. ബ്രോ ഇത് പഴയ വഴിയാണേ. ഇത് വഴിയാ, പണ്ടത്തെ വഴിയാണ്, എനിക്ക് മനസ്സിലായി. നമ്മൾ മുമ്പേ ഓഫ് റോഡ് ചെയ്തില്ലേ, അത് കൂട്ട് കണ്ടോ? അത് തന്നെ. അതെ അതെ. ആണോ? അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചേച്ചിമാർ കുളിക്കുകയാണ്. അങ്ങനെ പോണതിന് കുഴപ്പമില്ല, ഈ ക്യാമറ ആയിട്ടങ്ങ് പോകരുത്. നൈസാട്ടോ, വ്യൂ ഒക്കെ കൊള്ളാം. അതിന്റെ മേളിൽ കണ്ടോ മറ്റേ കോട ഇത്ര ആണോ? അത് ശരി, കൊള്ളാട്ടോ, നൈസാണേ. ഇവിടുന്ന് ഏത് ആംഗിളിൽ നോക്കിയാലും അറിയാം. അത് ശരി. കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പോയതാണ്. പോയിട്ട് കുടയൊക്കെ അവിടെ വെച്ചിട്ട് വന്ന്. അപ്പോൾ ഗായ്സ് ഇവിടെ കന്നാരച്ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കോ ചേട്ടാ? ഓർമ്മ എടുത്തോട്ടെ. ഒരു നല്ല പഴുത്താണ്. ചിലതൊക്കെ പഴുത്ത്. അതെങ്ങനെ മുറിക്കും? തൊട്ട് മുന്നെയാണ് വൈശാഖ് നമ്മളോട് പറഞ്ഞത് അതൊന്നും വിഷയമില്ല, നമുക്ക് മുറിച്ചെടുക്കാന്ന്. നമുക്ക് ഇത് മറ്റേ അബുവിന്റെ സെറ്റപ്പ് ആയിരുന്നല്ലോ ഷാജിയേട്ടാ. അവസാനം കാര്യത്തോടെ എടുക്കുമ്പോഴത്തേനും സാധനം കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വൈശാഖ് മുറിച്ച് തന്നേ മതിയാവൂ. ആയുധങ്ങളൊന്നുമില്ല. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി തന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ബിജു. അപ്പോൾ വീട് അടുത്ത് തന്നെയാണോ? അത് ശരി. അപ്പം അങ്ങനത്തെ പൈനാപ്പിൾ കൈ പിടിച്ച് ഏകദേശം 10 മിനിറ്റായി നമ്മൾ പറമ്പിൽ കൂടെ നടക്കുന്നു. നമ്മളായി വെള്ളത്തിൻ്റെ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് എത്തുന്നില്ല. നമുക്ക് അവിടുന്ന് ഈ ഒരു കല്ല് കാണുന്നിടത്ത് നേരെ താഴത്തേക്ക് ഇറങ്ങാം. തന്നെ വീഡിയോ ബ്രോ. ക്യാമറ പോയത്, ക്യാമറ പൈനാപ്പിള് ക്യാമറ പോയാലും കുഴപ്പമില്ല അല്ലേ. വിശപ്പ്. അയ്യോ. ശരി. കാണുന്ന ഒരു ചെറിയ മുളക്കാട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കയറി ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചുമ്മാ ക്രോസ് ചെയ്തിട്ട് അവിടെ പോയി അതിനകത്തിരിക്കായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ ഇതിലെ നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ പോയിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൽ അങ്ങ് ഇറങ്ങി ആ സൈഡിൽ കൂടെ പിടിച്ച് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെറുതായിട്ട് നീന്താനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ അതിലെ ക്രോസ് ചെയ്ത് വന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങി. ഇതില്ല നമ്മളെ ഇതിലേ കയറിപ്പോകുന്നു. ഇതിലേ കയറിപ്പോയി നമുക്ക് കറങ്ങി ആ ഒരു സ്കൂളിലേക്ക്. ആണോ? അടിപൊളിയാണോ? പുള്ളിക്ക് ആ ചേട്ടൻ പാവട്ടോ കണ്ടിച്ച്. അതെ, ഇതുണ്ടോ? ഇതാണ് പറഞ്ഞ മുളക്കാട്. ഇവിടെ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുന്നതാണേ. ആൾക്കാരെന്ന് പറഞ്ഞാൽ കപ്പിൾസൊക്കെ വന്നിരിക്കുന്നൊരു സ്പോട്ടാണ് ഇത്. നമ്മളെ മലങ്കര എസ്റ്റേറ്റിലേക്കാണ് കയറുന്നത്. അതായത് നമ്മൾ ആദ്യമേ ഓഫ് റോഡ് ചെയ്ത് പോയ തെന്നിക്കടങ്ങനെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓഫ് റോഡ് ചെയ്ത് പോയ
ആ വഴിയാണ് ഇത്. വേണ്ട അല്ലേ, നല്ല സ്ലോപ്പാണ്. അതെ അതെ, നേരെ പോലെ വെള്ളത്തിൽ ചെന്ന് ചാടായിരുന്നു. അല്ലേ, ഇത് താഴത്ത് അപ്പുറത്തുണ്ട്. അപ്പോൾ അതെ, നമ്മളിവിടെ വന്നപ്പം ഇത് കുളിക്കടമാണ്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇത്ര ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങുമെന്നറിയത്തില്ല. കാരണം സമയം ഏകദേശം 12 മണിയായി. നമ്മൾ രാവിലത്തെ ഫുഡൊന്നും അടിച്ചില്ല. സോ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ വെള്ളത്തിലിറങ്ങാണ്ട് തിരിച്ച് നമ്മുടെ സൈക്കിൾ വെച്ചെടുത്ത് എത്തിയിട്ടോ. കാരണം അത്രയും ലേറ്റും കൂടെ ആയി. കാരണം കൈത്തച്ചക്ക തിന്നാൻ പോയതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇറങ്ങണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുത്തുകളുള്ളതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വണ്ടി എടുത്ത് പോവാണ്. ഓഫ് റോഡിങ് കഴിച്ചിട്ട് നമ്മുടെ റോമി ബ്രോ കാറ്റടിച്ച് കയറ്റും കേട്ടോ. അതെ, നമ്മുടെ കാറ്റൊക്കെ അടിച്ച് നമ്മുടെ റെസ്റ്റിലാട്ടോ. ഇങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ഇറങ്ങണം എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മൾ വന്ന വഴി. പക്ഷെ നമ്മളിത് തിരിച്ച് പോരുവാണ്. തിരിച്ച് നമ്മൾ മുട്ടം റൂട്ട് പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടം ടു ഇടുക്കി റൂട്ട് പോകാം കേട്ടോ. അതായത് നമ്മുടെ വൈശാഖ പറഞ്ഞ ആ റൂട്ട് പോകുമ്പോൾ ഒരു നൈസ് സ്പോട്ട് ഉണ്ടെന്ന്. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു വീക്കെൻഡ് റൈഡൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതിൽ അവിടെ കൂടെ പോയിട്ട് തിരിച്ച് റിട്ടേൺ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളങ്ങോട്ട് ഓൺ ദ വേ. അങ്ങനെ സമയം 12:45. നമ്മൾ രാവിലത്തെ ഫുഡും കൂടെ കൂട്ടിയതേ ചിക്കൻ ബിരിയാണി കഴിക്കുക. പൈനാപ്പിൾ തിന്നൊന്നും ആയിരുന്നല്ലേ? അതെ അതെ, പൈനാപ്പിൾ തിന്നോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവിടെ മൂഞ്ചി പോയി. അപ്പോൾ ഇതേ നമ്മൾ ബിരിയാണി കഴിച്ചേക്കാം. ഓ, ഇലിപ്പുഴ പൂഞ്ച. അങ്ങനത്തെ വീണ്ടും വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഇലവിഴ പുഞ്ചിറ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇലവിഴ പുഞ്ചിറയുടെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു മലങ്കര റിസർവോയറിൻ്റെ ഇതൊക്കെ കാണാം. അതെ, അതാണ് ഇലവിഴ പുഞ്ചിറയുടെ ടോപ്പ്. അപ്പോൾ അതെ ഇവിടാണ് നമ്മളിപ്പോൾ സൈക്കിൾ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് മലങ്കര റിസർവോയർ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പേര് ശങ്കരപ്പള്ളി വ്യൂ പോയിൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സമയം 2 മണിയാകുന്നു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. അല്ലേ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൈഡ്? അടിപൊളി റൈഡ്. ബ്രോഡ് ഇവിടെ വന്നുകൊണ്ട് കുറച്ച് ഓഫ് റോഡും ചെയ്യാൻ പറ്റി. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ പോകുന്നു.